ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായി നബാർഡ് റിപ്പോർട്ട്. ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് നബാർഡ്. പരിശോധനാ റിപ്പോർട്ടുകൾ നാളെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സോനി, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും വാദത്തെ തള്ളുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നബാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. നബാർഡ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതുവരെ അത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിസർവ് ഇപ്പോൾ നബാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കുകൾ അനുകൂലമായ റിപ്പോർട്ടാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ നാളെ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ അനുകൂലമായ ഒരു റിപ്പോർട്ട് നബാർഡ് നൽകുന്നത് എന്നുള്ളത്. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായി വരും. സഹകരണ ബാങ്കുകൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് നാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതേ ആവശ്യം ഉന്നയിച്ച് മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അനുകൂല റിപ്പോർട്ട് എന്തായാലും ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഈ കേസിൽ പ്രധാന ഘടകമാകും, അനുകൂല ഘടകമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നരേന്ദ്രമോദി സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധി ഉടൻ തീരില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ട്രഷറികളുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാകാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മോഡി സൃഷ്ടിച്ച പ്രതിസന്ധി അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇതിന് 6-7 മാസം പിടിക്കുന്നു സാധാരണ നില വരാനായിട്ട്. എന്തൊരു ഭ്രാന്താണ് ഈ ചെയ്തിരിക്കുന്നത്. എലിയെ കൊല്ലാൻ നമുക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. മറികടക്കാനൊന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ടാവത്തില്ല. ഈ നോട്ടച്ചടിക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം നോക്കാം. അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പണിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നോട്ട് നിരോധനം മൂലം ശമ്പള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നവംബർ 9-ന് തന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് കടകംപള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. വീട് വേകുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ. ആ ചൊല്ലിനെ അനർത്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇന്ത്യയിലെ 132 കോടി ജനങ്ങളെയും ബാധിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നത്തോട് പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായമായ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. ഒരു ഗൗരവത്തോടും കൂടി കേരളീയ സമൂഹ പ്രസ്താവനയെ കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പൊതുപ്രവർത്തകൻ PK രാജുവിന്റെ പരാതിയിലാണ് നടപടി. പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും എതിർകക്ഷികളാക്കിയാണ് പരാതി. ഇന്ത്യ പാക് ബന്ധം വഷളാകുന്നതിനിടെ ഹാർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് ഇന്ത്യയിലെത്തി. ദക്ഷിണേഷ്യയിലെ ഭീകരവാദം സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. നോട്ട് അസാധുവാക്കലിന് ശേഷം ജൻധൻ അക്കൌണ്ടുകളിൽ പണം നിക്ഷേപിച്ച കള്ളപ്പണക്കാരെ ജയിലിലടയ്ക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് പ്രധാനമന്ത്രി. ജൻധൻ അക്കൌണ്ടുകളിലെ ഈ അനധികൃത നിക്ഷേപം കണ്ടെത്തി പാവപ്പെട്ടവർക്കായി വിനിയോഗിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൊറാദാബാദിലെ BJP സമ്മേളനത്തിനിടെ പറഞ്ഞു. മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും ഇനി ക്യൂ നിൽക്കേണ്ടി വരില്ലെന്നും ഇത് അവസാന ക്യൂ ആണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തിരികെ വാർത്തയിലേക്ക്. 5000 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ നടത്തത്തിൽ സ്വർണം നേടി പാലക്കാടാണ് ഇന്നത്തെ ആദ്യ മെഡൽ നേടിയത്. എന്നാൽ 5000 മീറ്റർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ എറണാകുളത്തിന്റെ മുന്നേറ്റമായിരുന്നു. വിടവാങ്ങിയ വിപ്ലവ നേതാവ് ഫിദൽ കാസ്ട്രോയ്ക്ക് ലോകത്തിന്റെ പ്രണാമം. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം ഇന്ന് ഫിദലിന്റെ സംസ്കാരം നടക്കും. ഫിദൽ തന്റെ വിപ്ലവയാത്രയ്ക്ക് ആരംഭം കുറിച്ച സ്ഥലമായ സാന്റിയാഗോയിൽ വെച്ചാണ് ക്യൂബൻ ജനത വിപ്ലവ താരകത്തിന് വിട നൽകുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സാന്റിയാഗോയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ടിലേക്ക്. ക്യൂബൻ വിപ്ലവ ഇതിഹാസം സഖാവ് ഫിദൽ കാസ്ട്രോയുടെ ചരമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പരകൾക്ക്
ഏതാണ്ട് സമാപ്തിയാവുകയാണ്. 30-ാം തീയതി രാവിലെ 7 മണിക്ക് ഹവാനയിൽ നിന്ന് ആരംഭിച്ച സഖാവ് ഫിദലിന്റെ ചിതാവശിഷ്ടവും പേറിക്കൊണ്ടുള്ള വാഹനവ്യൂഹം ക്യൂബയിലെ 13 പ്രവിശ്യകളിലൂടെ സഞ്ചരിച്ച് ഫിദലിന്റെ ജന്മസ്ഥലമായ സാന്റിയാഗോ ഡി ക്യൂബയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനാലും ശബരിമലയിലെ സുരക്ഷ ശക്തമാക്കി. പോലീസും വനംവകുപ്പും ബോംബ് സ്ക്വാഡും അടക്കം ശബരിമല വനത്തിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. DIG സ്പർജൻ കുമാർ IPS ആണ് സുരക്ഷയുടെ ചുമതല വഹിക്കുന്നത്. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതിനാലും സുരക്ഷ ശക്തമാക്കാനാണ് തീരുമാനം. 2500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി നിയമിച്ചിരിക്കുന്നത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് സന്നിധാനം, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്തിയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. DIG G സ്പർജൻ കുമാറാണ് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലുള്ള സമയത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ബാക്കി പമ്പായാലും സന്നിധായാലും എക്സ്പ്രോസ് മറ്റു കാര്യങ്ങളെല്ലാം സുരക്ഷ ശക്തമായ സെക്യൂരിറ്റി അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസ്, ഫോറസ്റ്റ്, ബോംബ് സ്ക്വാഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 5 ടീമായി വനത്തിനകത്തും പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 360 കിലോ സ്ഫോടക വസ്തു കണ്ടെത്തിയിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം ശബരിമല ഉൾപ്പെടുന്ന വനപ്രദേശങ്ങളിലുമടക്കം പോലീസിന്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.